ജന്തർ മന്ദിറിൽ CJP പ്രതിഷേധം കനക്കുന്നു. പാത്രം കൊട്ടി പ്രതിഷേധിച്ച് പ്രവർത്തകർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും പങ്കെടുക്കുന്നുണ്ട്. വിനിത VG വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. വിനിത, നാളെ പുനഃപരീക്ഷ നടക്കാനിരിക്കെയാണ് CJP പ്രതിഷേധം ശക്തമാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞൊന്നും അവർ മുന്നോട്ട് വെക്കുന്നുമില്ല. എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ പ്രതിഷേധം? അസിത, ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ജന്തർ മന്ദിറിൽ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിഷേധത്തിന് എത്തുന്നവർ പാത്രങ്ങളും സ്പൂണുമായി എത്തണമെന്ന സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പാത്രങ്ങളും സ്പൂണുമായാണ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. CJP പിന്തുണച്ചെത്തിയ ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ഒരു ജനപിന്തുണ. കഴിഞ്ഞ തവണ നടന്ന ഒരു പ്രതിഷേധത്തെക്കാൾ കൂടുതൽ വലിയ ജനപങ്കാളിത്തം തന്നെയാണ് നമുക്ക് ഈ തവണത്തെ പ്രതിഷേധത്തിൽ ജന്തർ മന്ദിറിൽ കാണാൻ കഴിയുന്നത്. പാത്രങ്ങൾ സ്പൂണും കൊട്ടി അവർ പ്രതിഷേധിക്കുകയാണ്. അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ നേരത്തെ തന്നെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം ഉൾപ്പെടെയുള്ള ആവശ്യം CJP മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ആവശ്യത്തിൽ തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ആ ആവശ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഈ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഒരു തുറന്ന കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ കാലയളവിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികളുണ്ടാവണം. പരീക്ഷാ ക്രമക്കേട് അത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം. ഒപ്പം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജന്തർ മന്ദിറിൽ അഭിജിത് ദീപ്കെ എത്തിയിട്ടുണ്ട്. 1 മണിയോടുകൂടി തന്നെ പ്രതിഷേധത്തിനായി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് എന്ന് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം കൈകടന്നു പോവുകയാണ് എങ്കിൽ അത് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിനിത VG വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള CJP പ്രതിഷേധം അത് ജന്തർ മന്ദിറിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.